ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ്. റോയൽ എൻഫീൽഡിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോസ് ആയിരിക്കും ഈ ഒരു ചാനലിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. റോയൽ എൻഫീൽഡിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഇൻഫോർമേറ്റീവ് വീഡിയോസുകൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യം മുതൽ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള വീഡിയോയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. കൃത്യമായിട്ടുള്ള സർവീസും കെയറും ആവശ്യമായിട്ടുള്ള വണ്ടിയാണ് റോയൽ എൻഫീൽഡ്. നിങ്ങളുടെ റോയൽ എൻഫീൽഡ് വണ്ടി എങ്ങനെ കൃത്യമായി കെയർ ചെയ്യാം, മെയിൻറ്റെയിൻസ് ചെയ്യാം എന്നാണ് ഇനി മുതൽ അങ്ങോട്ടുള്ള വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത്. അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വീഡിയോ ആണ് ഇത്. നിങ്ങളൊരു റോയൽ എൻഫീൽഡ് വണ്ടി വാങ്ങുന്നത് മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്റ്റെപ്പായി ഓരോ വീഡിയോസിലും ഉൾപ്പെടുത്തുന്നതാണ്. ആദ്യമേ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വണ്ടി സർവീസ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് സർവീസ് വരുന്നത് 500 കിലോമീറ്ററിലാണ്. ഫസ്റ്റ് സർവീസിൽ വണ്ടിക്ക് ഓയിൽ ആൻഡ് ഫിൽറ്റർ ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് സർവീസിൽ പ്രധാനമായും വരുന്നത് ജനറൽ ചെക്കപ്പും ആൻഡ് ഓയിൽ ആൻഡ് ഫിൽറ്റർ ചേഞ്ചുമാണ്. ആദ്യത്തെ 4 സർവീസ് ഫ്രീ ആയതുകൊണ്ട് തന്നെ ജനറൽ ചെക്കപ്പിന് എമൗണ്ട് ആകുന്നതല്ല. ഓയിൽ ആൻഡ് ഫിൽറ്റർ ചേഞ്ചിന് മാത്രമാണ് എമൗണ്ട് ആകുന്നത്. ഈ ഒരു ഫ്രീ സർവീസ് ടൈമിൽ നിങ്ങളുടെ വണ്ടിയിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. എന്തെങ്കിലും പാർട്സ് മാറുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിന് എമൗണ്ട് ആകുന്നത്. പിന്നെ വരുന്നത് സെക്കൻഡ് സർവീസ് 5000 കിലോമീറ്ററിൽ ആണ്, അല്ലെങ്കിൽ 6 മാസം. ഫസ്റ്റ് സർവീസ് വരുന്നത് 1.5 മാസത്തിലുമാണ്. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത്, കിലോമീറ്ററാണ് ആദ്യമെങ്കിൽ അപ്പോൾ മാസമാണ് ആദ്യം വരുന്നതെങ്കിൽ അപ്പോൾ സർവീസ് ചെയ്യേണ്ടതാണ്. സെക്കൻഡ് സർവീസിൽ ജനറൽ ചെക്കപ്പ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്, ഓയിൽ ആൻഡ് ഫിൽറ്റർ ചേഞ്ച് ഉണ്ടായിരിക്കുന്നതല്ല. ഇത് കഴിഞ്ഞ് അങ്ങോട്ടുള്ള സർവീസുകൾ 5000 to 6 മാസം എന്ന ലെവലിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. ഏതൊക്കെ സർവീസിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് ഇനി അങ്ങോട്ടുള്ള വീഡിയോസുകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.